തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. ജയലളിതയ്ക്ക് ശേഷം തമിഴ്നാട് ജനത ഒരു സിനിമാ താരത്തെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുമോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. തമിഴക വെട്രി കഴകം എന്ന പാർട്ടിയുമായി രാഷ്ട്രീയത്തിലേക്കിറങ്ങിയ വിജയ് രാഷ്ട്രീയ മണ്ണിലെ കരുത്തരായ DMKയെയും ADMKയെയും വിറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉജ്ജ്വലമായ ഈ വിജയം നേരിൽ കണ്ട് ആശംസകൾ അറിയിക്കാനായിട്ട് വിജയുടെ വീട്ടിൽ തൃഷ ചെന്നു എന്നുള്ള വാർത്തയാണ് തമിഴ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിജയുടെ കുടുംബജീവിതത്തെക്കുറിച്ചും തൃഷയുമായിട്ടുള്ള സൗഹൃദ വലയങ്ങളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷമായി നടത്തിക്കൊണ്ടുവരുന്ന ഒരു ആരാധക കൂട്ടായ്മയെ ഒരു പാർട്ടിക്ക് വേണ്ട അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു കേഡറ്റാക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് വിജയം നേടാനുള്ള ഒരു കാരണവും അതുതന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, രജനീകാന്ത്, ഉലകനായകനായ കമലഹാസൻ, ശരത് കുമാർ തുടങ്ങിയ തമിഴ് സിനിമാ രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള നടന്മാര് മത്സരിച്ച് പരാജയം ഏറ്റുവാങ്ങിയ അതേ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ദളപതി വിജയുടെ ഈ വൻ വിജയം. രജനീകാന്ത് വർഷങ്ങളോളം ആരാധകരെ കാത്തിരിപ്പിച്ചതിന് ശേഷം അവസാന നിമിഷം അവിടുന്ന് പിന്മാറുകയാണ് ചെയ്തത്. മക്കൾ നീതി മയ്യം എന്ന പാർട്ടിയുമായി വന്ന കമലഹാസന് ഒരു സംഘടനാ രൂപം താഴത്തെ തട്ടിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവരിൽ നിന്നൊക്കെ വിജയിയെ വ്യത്യസ്തമാക്കിയത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, വ്യക്തമായൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്നതാണ്. ദ്രാവിഡ പാർട്ടികൾക്ക് പകരമായി തമിഴ് ജനതയ്ക്ക് വിജയ് ഒരു പ്രതീക്ഷയായി മാറിയിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരവും വിജയുടെ കർക്കശ നിലപാടും അദ്ദേഹത്തിന് തുണയായിരിക്കുകയാണ്. നല്ലൊരു ശതമാനം യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ടുകൾ വിജയ്ക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ജനങ്ങളുടെ ഇടയിലേക്ക് ഇഴുകിച്ചേർന്ന് ജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തോടു കൂടി തന്നെ തന്റെ ആ വിജയം ആഘോഷമാക്കുന്നതിന് തന്റെ ആരാധകരോട് അല്ലെങ്കിൽ തന്റെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ തന്റെ ഒപ്പമുള്ള ജനങ്ങളോട് എല്ലാം നന്ദി പറയുന്നതിന് വേണ്ടി, സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി റോഡ് ഷോ, വിജയുടെ വൻ റോഡ് ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ വളരെ അതിശയത്തോടു കൂടി തന്നെ, വളരെ വിസ്മയത്തോടു കൂടി തന്നെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം നമുക്ക് ഏറ്റവും അതിശയോക്തിയായിട്ട് ഇതിനായിട്ട് പറയാനുള്ളത്, പാരമ്പര്യമായിട്ട് തമിഴ്നാട്ടിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന അല്ലെങ്കിൽ ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളെ എല്ലാം പിന്തള്ളിക്കൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ വളർന്നു വന്ന ഈ പുതിയ പാർട്ടിയിലൂടെ ഒരു വൻ വിജയത്തിൽ എത്തിച്ചേർന്നത് എന്ന് പറയുന്നത് വളരെയധികം നമുക്കെല്ലാവർക്കും ആകാംക്ഷ തരുന്ന കാര്യമാണ്, നമുക്കെല്ലാവർക്കും ഒരു അതിശയിപ്പിക്കുന്ന കാര്യമാണ്, നമ്മളെ എല്ലാവരും ആരെയും വിസ്മയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അവരുടെ ഔദ്യോഗിക രംഗങ്ങളിൽ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒക്കെ തടസ്സം നേരിടാറുണ്ട്, അല്ലെങ്കിൽ മുടക്കം വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നതാണ്. അതിൽ നിന്നെല്ലാം വളരെ ഡിഫറൻസ് ആയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഇഴുകിച്ചേർന്ന് അവർക്ക് വേണ്ട അഴിമതിക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ പെരുമാറ്റ രീതി ഒക്കെ ഈ വിജയുടെ ഒരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ്. ഇത്രയും വിവാദങ്ങൾക്കിടയിലും ഇത്രയും സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, തൃഷയുടെ ജന്മദിനമായ ഇന്ന് വിജയിച്ചിരിക്കുന്ന ഈ സമയത്ത് തൃഷ വിജയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു രംഗം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ ട്രെൻഡുകൾ അനുസരിച്ച് തമിഴ്നാട്ടിൽ ഒരു തൂക്കുമന്ത്രിസഭയ്ക്കോ അല്ലെങ്കിൽ വിജയുടെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യ സർക്കാരിനോ ഉള്ള സാധ്യതയാണ് കാണുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കിങ് മേക്കർ എന്ന നിലയിൽ നിന്നും കിങ് എന്ന നിലയിലേക്ക് വിജയ് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ.